ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6th സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരത്തിലൂടെ ആരോഗ്യം, അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ രണ്ടാമത്തെ ഭാഗത്തിൽ എന്തൊക്കെ പഠിച്ചായിരുന്നു നമ്മൾ? ന്യൂട്രീഷ്യസ് ഫുഡിനെ കുറിച്ചും ന്യൂട്രീഷ്യസ് ഫുഡിന് എക്സാമ്പിൾ, പിന്നെ അവർ ഹെൽത്ത്, ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രിയൻസ് ഫുഡ്, കാർബോഹൈഡ്രേറ്റ്സ്, അയഡിൻ ടെക്സ്റ്റ്, മില്ലറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, കൊളസ്ട്രോൾ, ഇതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക, കാണുക. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം എന്താണെന്നുള്ളത്. അതാണ് നിങ്ങൾ അടുത്ത് നമുക്ക് വൈറ്റമിൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വൈറ്റമിൻസ് എന്ന് വിറ്റാമിനുകൾ. ഹാവ് യു ഹിയർഡ് ദ വൈറ്റമിൻസ്? Vitamins are essential nutrients required in small quantities for the growth and health of our body. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വൈറ്റമിൻസ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഡോക്ടറും പേഷ്യൻസും ആയിട്ടുള്ള ഒരു സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിറ്റാമിനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റാമിനുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷകഘടകങ്ങളാണ് വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ സ്മാൾ ക്വാണ്ടിറ്റീസ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമായ പോഷകഘടകങ്ങളാണ് വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. നോക്കാം ഇവിടുത്തെ കോൺവെർസേഷൻ എന്താണെന്ന് നോക്കാം. ഡോക്ടർ, മൈ സൺസ് ബ്ലീഡ്സ് whenever he brushes his teeth and chews solid food. What is the reason? അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഡോക്ടർ, എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നു, എന്താണ് കാരണം? ചിലവർക്ക് അങ്ങനെ വരാറുണ്ട് ഇല്ല. മേ ബി ഡ്യൂ ടു വൈറ്റമിൻ ഡെഫിഷ്യൻസി. മോണയിലെ രക്തസ്രാവത്തിന് കാരണം എന്തോന്നാണ്? വൈറ്റമിൻ്റെ കുറവാണ്. ഫുഡ്സ് റിച്ച് ഇൻ വൈറ്റമിൻ സി ഷുഡ് ബി ടേക്കൺ എലോങ് വിത്ത് മെഡിസിൻ. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. വൈറ്റമിൻ സിയുടെ അഭാവം ഉള്ളത് കൊണ്ടാണ് എന്തോന്ന് മോണയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്നത്. അപ്പോൾ കുറച്ച് പറയാണ്, ഡോക്ടർ, ആർ ദെയർ വൈറ്റമിൻസ് ലൈക്ക് എ ആൻഡ് ബി? അപ്പോൾ വിറ്റാമിൻ എയും ബിയും ഒക്കെയും ഉണ്ടോ ഡോക്ടർ എന്ന് കുട്ടി ചോദിക്കുകയാണ്. കുട്ടിയുടെ സംശയം നിങ്ങൾക്കും ഉണ്ടോ? ഇല്ലേ? വൈറ്റമിൻ സി മാത്രമാണോ? എയും ബിയും ഡിയും സിയും ഒക്കെ ഇല്ലേ? എ ബി സി ഡി ഒക്കെ ഉണ്ടോ എന്ന് നമ്മളെ ഒന്ന് ചിന്തിക്കും അല്ലേ? വിവിധ തരം വിറ്റാമിനുകൾ ഏതെന്നും അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആരോഗ്യത്തിനും ആവശ്യമായ പോഷകഘടകങ്ങളാണ് വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ സ്മാൾ ക്വാണ്ടിറ്റീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. ഓക്കെ, Do you have the same doubt? Analyze the table given below and understand different types of vitamins and their significance. വിവിധ തരം വിറ്റാമിനുകൾ ഏതാണെന്നും അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു പട്ടിക താഴോട്ട് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വിറ്റാമിൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ സ്മാൾ ക്വാണ്ടിറ്റീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. ഓക്കെ, ഇനി നോക്കാം നമുക്ക് ഏതൊക്കെ വൈറ്റമിൻസ് ആണ് ഉള്ളതെന്നും അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്നും നോക്കാം. വൈറ്റമിൻ എ. വിറ്റാമിൻ എ എന്തോന്നാണ്? മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ഐസ്, സ്കിൻ ആൻഡ് ഹെയർ. വിറ്റാമിൻ എ എന്തോന്നിനൊക്കെയാണ് സഹായിക്കുന്നത്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് വൈറ്റമിൻ എ ആവശ്യമാണ്. അടുത്ത് വൈറ്റമിൻ ബി. ബി എന്തോന്നാണ്? മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ബ്രെയിൻ, നെർവ്സ്, ഹാർട്ട് ആൻഡ് സ്കിൻ. എന്തോന്നാണ്? നമ്മുടെ തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ എന്തോന്ന് വൈറ്റമിൻ സി ഉള്ള ഫുഡൊക്കെ കഴിക്കണം. വൈറ്റമിൻ ബി ഉള്ള ഫുഡുകൾ കഴിക്കണം. അടുത്ത് വൈറ്റമിൻ സി ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്, ബ്ലഡ് വെസൽസ്, ഫോർ ഇമ്മ്യൂണിറ്റി. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ സി വേണം. അടുത്ത് വൈറ്റമിൻ ഡി
ഫോർ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. വൈറ്റമിൻ ഡി എന്തിനാണ് ഉപയോഗിക്കുന്നത്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. അടുത്ത വൈറ്റമിൻ ഇ ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് നെർവ്സ്. നെർവ്സിന്റെ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് അത്യാവശ്യം ഒന്നാണ് വൈറ്റമിൻ ഇ. അടുത്ത വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിംഗ് വെൻ വൗണ്ട്സ് ഒക്കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് വൈറ്റമിൻ കെ അത്യാവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ വൈറ്റമിൻസ് പറഞ്ഞു? വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ. ഇത് പഠിക്കാനുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അടുത്ത് നോക്കാം നമുക്ക്. വൈറ്റമിൻ ഡി ആൻഡ് ബി കോംപ്ലക്സ് അതെന്തോ നോക്കാം. വൈറ്റമിൻ ഡി ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം സൺലൈറ്റ്. വൈറ്റമിൻ ഡി നമുക്ക് എവിടെ നിന്ന് കിട്ടും? സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടും. ട്രേസ് എമൗണ്ട് ഓഫ് ഇറ്റ് ഈസ് ആൾസോ ഒബ്റ്റൈൻഡ് ഫ്രം ഫുഡ്. ചെറിയ അളവിൽ നമുക്ക് ഭക്ഷണങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി പ്രധാനമായിട്ട് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നാണ്. സൺലൈറ്റിൽ നിന്നാണ് വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ നിന്നും കിട്ടാറുണ്ട്. ദിസ് വൈറ്റമിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി. ഇതിന്റെ പ്രാധാന്യം എന്തോന്നാണ്? ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്, പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒന്നാണ് എന്തോന്ന്? വൈറ്റമിൻ ഡി. അത് വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യം എന്തോന്നിനൊക്കെ വേണം? ദിസ് വൈറ്റമിൻ ഈസ് എസെൻഷ്യൽ ഫോർ എന്തോന്നിനൊക്കെ? ഹെൽത്ത് ഓഫ് ബോൺസ്, ടീത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി. ഹെൽത്ത് ഓഫ് ബോൺസ്, ടീത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് രോഗപ്രതിരോധ ശേഷിക്കും. ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി ദ ബോൺസ് ഇൻ ചിൽഡ്രൻ ബിക്കെയിം സോഫ്റ്റ് ആൻഡ് ബ്രിറ്റിൽ. അപ്പൊ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? കണ എന്ന് പറയുന്നത്. സോഫ്റ്റ് ആൻഡ് ബ്രൈറ്റ്. ദിസ് കണ്ടീഷൻ ഈസ് കാൾഡ് റിക്കറ്റ്സ്. ഇതിനെന്തോന്ന് പറയും? റിക്കറ്റ്സ് എന്ന് പറയും. കണ നോക്ക്. ദിസ് കണ്ടീഷൻ ഈസ് കാൾഡ് റിക്കറ്റ്സ്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് റിക്കറ്റ്സ്. ഏതാണ്? റിക്കറ്റ്സ്, കണ. Sunlight is a good for getting vitamin D. B complex is a group of 8 different vitamins essential for the physiological activities of the body. ഇപ്പൊ വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നമുക്ക് നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത്രയും വൈറ്റമിൻ ഡി ആണ്. അടുത്ത ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകൾക്കാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശാരീരിക പ്രവൃത്തികൾക്ക് വേണ്ട ഒരു കൂട്ടം വൈറ്റമിൻസ്. അത് എത്രണ്ണം ഉണ്ട്? 8 ഉണ്ട്. 8 തരം ബി വൈറ്റാമിനുകളുടെ കൂട്ടമാണ് ഇത്. ആരോഗ്യം നിലനിർത്തുന്നതിനും വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കും ബി കോംപ്ലക്സ് അത്യാവശ്യമാണ്. എന്തോന്നിനൊക്കെ വിറ്റാമിൻ ഡി അത്യാവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ്? കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, പിന്നെന്തോന്നാണ്? ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്ക് ബി കോംപ്ലക്സ് ആവശ്യമാണ്. B complex is essential for cellular health, formation of red blood cells, eyesight, functions of nerves and cardiac health. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഡി എന്താണെന്നും ബി കോംപ്ലക്സ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായോ?
വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അതെന്തോന്നിനാണ് ഉപയോഗപ്പെടുന്നത്? നമ്മുടെ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി. ബോൺസിന്റെ, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വൈറ്റമിൻ ഡി സഹായിക്കുന്നു. വൈറ്റമിൻ ഡിയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം എന്തോന്നാണ്? റിക്കറ്റ്സ്, കണ എന്ന് പറയും. അടുത്ത ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? 8 ഡിഫറെന്റ് വൈറ്റമിൻസ് ചേർന്നതാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് സഹായിക്കുന്നു. ബി കോംപ്ലക്സ് ഈസ് എസെൻഷ്യൽ എന്തോന്നിനൊക്കെയാണ്? സെല്ലുലാർ ഹെൽത്ത്, ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, ഐസൈറ്റ്, ഫങ്ഷൻസ് ഓഫ് നെർവ് ആൻഡ് കാർഡിയക് ഹെൽത്ത്. ഏതൊക്കെ? കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ് അത്. നോക്കടുത്ത അതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വിച്ച് വൈറ്റമിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ സ്കിൻ? സ്കിന്നിന്റെ ഹെൽത്തിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതൊക്കെയാണ്? വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും. ത്വക്കിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാം? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്ത, വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് ഡോണ്ട് ഗെറ്റ് ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ ഡി? വൈറ്റമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും? എന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഡി ആവശ്യമാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണരോഗം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് and for immunity, rickets is the disease caused by the deficiency of vitamin D. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ച അതേ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. What food item should be included in the diet to prevent the physical issues caused by the vitamin ഡെഫിഷ്യൻസി? വിറ്റാമിനുകളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്തെല്ലാം ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം എന്നുള്ളതാണ്. പിന്നെ എന്താണ്? ഒബ്സർവ് ദ ടേബിൾ ആൻഡ് ഐഡന്റിഫൈ ദ ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈറ്റമിൻസ്. വ്യത്യസ്ത വിറ്റാമിനുകൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഏതെല്ലാം വേണമെന്ന് പട്ടിക നിരീക്ഷിച്ച് മനസ്സിലാക്കാനാണ്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് താഴോട്ട് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസറും നമുക്ക് അടുത്ത ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. നമുക്ക് വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഇതെല്ലാം നമ്മൾ പഠിക്കാനുള്ളതാണ്. നോക്കിയ വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഏതൊക്കെ? ഫിഷ്, ക്യാരറ്റ്, അമരന്തസ്, മിൽക്ക് പ്രോഡക്ട്സ്, ലിവർ, പീ ലീവ്സ്, ടാരോ ലീവ്സ്, മൊറിംഗ ലീവ്സ്. അതൊക്കെ വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ആണ്. ഇനി വൈറ്റമിൻ ബി അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? മട്ട, റൈസ്, സ്പിനാച്ച്, ബ്രാൻ ഓഫ് സീറൽസ്, എഗ്, മിൽക്ക്, ടാരോ ലീവ്സ്, അതിലൊക്കെ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണ്? മത്സ്യം, ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, പിന്നെ ചേമ്പില, മുരിങ്ങയില എല്ലാം വൈറ്റമിൻ എ അടങ്ങിയത്. വൈറ്റമിൻ ബിയിൽ ഏതൊക്കെ? മട്ടയരി, ചീര, ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില, അതിലെല്ലാം വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിലതിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ ബി ഒക്കെ ചെറിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്ത വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ഗൂസ്ബെറി, ലെമൺ ഫ്രൂട്ട്സ്, മൊറിംഗ ലീവ്സ്, പപ്പായ ഒക്കെ വൈറ്റമിൻ സി അടങ്ങിയത്. വൈറ്റമിൻ ഡി അടങ്ങിയത് ഏതൊക്കെ? ഫിഷ്, എഗ്, മഷ്റൂം, ലിവർ, മിൽക്ക് പ്രോഡക്ട്സ്, അതൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയത്. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയത് ഏതൊക്കെയാണ്? നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ, മുരിങ്ങയില, പപ്പായ ഒക്കെ വൈറ്റമിൻ സി അടങ്ങിയത്. വൈറ്റമിൻ ഡി അടങ്ങിയത് മത്സ്യം, മുട്ട, കൂൺ, കരൾ, പാൽ ഉൽപ്പന്നങ്ങളെല്ലാം വൈറ്റമിൻ ഡി അടങ്ങിയതാണ്. അടുത്ത് വൈറ്റമിൻ ഇ അടങ്ങിയത് ഏതൊക്കെയാണ്? പീനട്ട്, ആൽമണ്ട്, വെജിറ്റബിൾസ് ഓയിൽസ്, ബ്രോക്കോളി, അവോക്കാഡോസ് ഒക്കെ വൈറ്റമിൻ ഇ അടങ്ങിയത്. വൈറ്റമിൻ ഇ അടങ്ങിയത് നിലക്കടല, ബദാം, സസ്യ എണ്ണകൾ, ബ്രോക്കോളി, അവക്കാഡോ ഒക്കെ വൈറ്റമിൻ ഇ അടങ്ങിയതാണ്. വൈറ്റമിൻ കെ അടങ്ങിയത് ഏതൊക്കെ? ക്യാബേജ്, കോളിഫ്ലവർ, അമരന്തസ്, കിവി ഫ്രൂട്ട്, ബ്ലൂബെറീസ്. ഏതൊക്കെ വൈറ്റമിൻ കെ അടങ്ങിയത്? ക്യാബേജ്, കോളിഫ്ലവർ, ചീര, കിവി, ബ്ലൂബെറി. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഈ വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും ഇത്രയും നമ്മൾ നേരത്തെ ഒരു ചാർട്ട് പഠിച്ചായിരുന്നു. എന്തായിരുന്നു അതിൽ പഠിച്ചത്?
എന്തോന്നായിരുന്നു പ്രാധാന്യം, അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രാധാന്യമാണ്. അപ്പോൾ ഈ ഓരോന്നിൻ്റെയും പ്രാധാന്യം അതും പഠിക്കാനുള്ളതാണ്. അത് ഈ കിട്ടണമെങ്കിൽ ഏതൊക്കെ ഫുഡിലൊക്കെയാണ് ഈ വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ആണ് ഇപ്പം നമ്മൾ പഠിച്ചത്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കാം. Edible leaves and fruit obtained from our surroundings contain vitamins in abundance. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ തുടങ്ങിയ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കേണ്ട ഏതൊക്കെ? മുരിങ്ങ ലീവ്സ്, സ്പിനാച്ച്, ഗുവ, പപ്പായ, മാംഗോ, ഇതൊക്കെ നമ്മളെ ഡയറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കണം. കാര്യം എന്തോന്നാണ്? ഇവയിലെല്ലാം എന്തോന്നാണ്? വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്തെന്തോന്നാണ്? വൈറ്റമിൻ ബി ആൻഡ് സി ആർ വാട്ടർ സോല്യൂബിൾ where as vitamin A, D, E and K are ഫാറ്റ് സോല്യൂബിൾ. അപ്പോൾ വൈറ്റമിൻ ബിയും സിയും എന്ന് പറയുന്നത് എന്തോന്നാണ്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. മനസ്സിലായോ? അത് നോക്കണേ. ബിയും സിയും വെള്ളത്തിൽ ലയിക്കും. എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. വിറ്റാമിൻ ബി ആൻഡ് സി ആർ സോല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് എ, ബി, സി, ഡി ആർ ഫാറ്റ് സോല്യൂബിൾ. എവിടെയാണ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫാറ്റ് ദീസ് വൈറ്റമിൻസ് വിൽ നോട്ട് ബി അബ്സോർബ്ഡ് ബൈ ദ ബോഡി. അപ്പോൾ ഇതിന്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. കൊഴുപ്പിന്റെ അഭാവത്തിൽ, കൊഴുപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയില്ല. അപ്പോൾ എന്തോന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂഡിങ് ഫാറ്റ്സ് ഇൻ ദ ഡയറ്റ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യം. അപ്പോൾ വൈറ്റമിൻ ബിയും സിയും വാട്ടർ സോല്യൂബിൾ ആണ്. എ, ഡി, ഇ, കെ എന്ന് പറയുന്നത് ഫാറ്റ് സോല്യൂബിൾ ആണ്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പഴവർഗ്ഗങ്ങൾ ഏതൊക്കെ? ഇലകളും പഴവർഗ്ഗങ്ങളിലും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ? മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ ഇവയിലെല്ലാം ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. മിനറൽസ് ഇൻ ഫുഡ് ആർ റിക്വസ്റ്റഡ് ടു റിപ്പോർട്ട് അറ്റ് ദ ഓഡിറ്റോറിയം. അയൺ ടാബ്ലറ്റ്സ് വിൽ ബി സപ്ലൈഡ് അറ്റ് 2 PM ടുഡേ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകുക. എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് അയൺ ടാബ്ലറ്റ്സ് തരും അല്ലേ? അപ്പോൾ ഇതുപോലത്തുള്ള അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാകും. എന്തിനാണ് നമ്മൾ അയൺ ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നത്? നോക്കാം. സ്കൂളിൽ അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചില്ലേ? എന്തിനാണ് കുട്ടികൾക്ക് അയൺ ഗുളിക നൽകുന്നത്? എന്തിനാണ്? അയൺ ഈസ് എ മിനറൽ. സച്ച് കൈൻഡ് ഓഫ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും എന്തോന്ന് വേണം? അയൺ ആവശ്യമാണ്. അയൺ ഒരു ധാതുവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത്. ഓക്കെ, എന്താണെന്ന് മനസ്സിലായ? ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തോന്നാണെന്ന് മനസ്സിലായ? വൈ ആർ അയൺ ടാബ്ലറ്റ്സ് ഗിവൺ ടു ചിൽഡ്രൻ? അയൺ ഈസ് എ മിനറൽ. സച്ച് കൈൻഡ് ഓഫ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. അതുകൊണ്ടാണ് അയൺ ടാബ്ലറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. Which are the minerals required for our body? How do these minerals support our growth and health? അത് നമ്മൾ അടുത്ത താഴോട്ട് പഠിക്കുകയാണ്. എന്തൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്? അവ ഓരോന്നും നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായമാകുന്നത് എങ്ങനെയെല്ലാം ആണ് അത് നോക്കാം. അതൊക്കെ ഇമ്പോർട്ടന്റ് മിനറൽസ് ഏതൊക്കെയാണെന്ന്, ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നിന്നാണ് കിട്ടുന്നതെന്നും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് അടുത്ത് പറയുന്നത്. ഇമ്പോർട്ടന്റ് മിനറൽസ് ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അയൺ, കാൽസ്യം, അയോഡിൻ. അയൺ എന്ന് പറയുന്ന ഫുഡ് ഐറ്റംസ് ഏതിലൊക്കെ ഉണ്ട്? അയൺ കൂടുതലായിട്ട് ലീഫി വെജിറ്റബിൾസ്, ജാഗറി, ഫിഷ്, ലിവറിൽ. അതിന്റെ പ്രാധാന്യം എന്തോന്നാണ്? പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു ആര്? അയൺ എന്ന് പറയുന്നത്. ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ എന്നിവയിലാണ് കൂടുതലായിട്ട് അയൺ അടങ്ങിയിരിക്കുന്നത്. മനസ്സിലായ? ഇമ്പോർട്ടന്റ് ആണേ.
അടുത്ത അടുത്ത മിനറൽസ് ഏതാണ്? കാൽസ്യം. കാൽസ്യം എന്ന് പറയുന്ന ഫുഡ് ഐറ്റംസ് ഏതിലൊക്കെയാണ് കാൽസ്യം കാണുന്നത്? എഗ്ഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾസ്, ഫിഷ്. കാൽസ്യം ഏതിലൊക്കെയാണ് കാണുന്നത്? മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം എന്നിവയിലാണ് കാണുന്നത്. അതിന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്തോന്നാണ്? ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ്, ടീത്ത് ആൻഡ് ആൾസോ ഹെൽപ്പ് ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ബോൺസിന്റെയും ടീത്തിന്റെയും വളർച്ചയ്ക്കും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നത് ആരാണ്? കാൽസ്യമാണ്. അയഡിൻ ഏതിലൊക്കെയാണ് കാണുന്നത്? സീ ഫുഡ്സിലാണ് കൂടുതലായിട്ട്, കടൽ വിഭവങ്ങളിലാണ് അയഡിൻ കൂടുതലായിട്ട് കാണുന്നത്. ഹെൽപ്സ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനെ സഹായിക്കുന്ന ഒന്നാണ് അയഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് മിനറൽസ് ഏതൊക്കെയാണ്? അയൺ, കാൽസ്യം, അയഡിൻ. അതിന്റെ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കണം. അതിന്റെ പ്രധാനപ്പെട്ട പ്രാധാന്യം, അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഫോർമേഷൻ ഓഫ് അയൺ ആണെങ്കിൽ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. കാൽസ്യം ആണെങ്കിൽ എന്തോന്നാണ്? ഫോർമേഷൻ ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്. പിന്നെ എന്തോന്നിനാണ്? ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അയഡിൻ ആണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഫങ്ഷനിങ് ഓഫ് ദ ഗ്ലാൻഡ്സ്, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസ് എന്ന് പറയുന്നത്. ഇത് പഠിക്കാനുള്ളതാണ്. അതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വിച്ച് മിനറൽസ് ഹെൽപ്പ് ഇൻ ദ hemoglobin in the blood? What food items should be included the diet to get this mineral? അപ്പോൾ which mineral help the formation of hemoglobin in the blood? നമ്മൾ ഇപ്പൊ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. വാട്ട് ഷുഡ് ബി ഈറ്റ്? സീ ഫുഡ്. എന്തുകൊണ്ടാണ് നമ്മൾ കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിന്റെ ആവശ്യം? പിന്നെ എന്തോന്നാണ്? വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അവോയ്ഡ് എൽക്ക്, മിൽക്ക് ആൻഡ് ലീഫി വെജിറ്റബിൾസ്. മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് താഴോട്ട് തന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ നോക്കാം. വിച്ച് മിനറൽസ് ഹെൽപ്സ് ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്? ഏതാണ്? അയൺ. നമ്മളിപ്പോ പഠിച്ച കാര്യം തന്നെയാണ്. നേരത്തെ ആ ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? അയൺ ആണ്, അല്ലേ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു ഗെറ്റ് ഹീമോഗ്ലോബിൻ? ഏതാണ്? ലീഫി വെജിറ്റബിൾസ്, ജാഗറി, ഫിഷ്, ലിവർ. ആ ചാർട്ടിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഹീമോഗ്ലോബിൻ ലഭിക്കാൻ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ. ഓക്കെ, അത് നമ്മളിപ്പോ വൈ ഷുഡ് വി ഈറ്റ് സീ ഫുഡ്? കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? സീ ഫുഡ് കണ്ടെയ്ൻസ് അയഡിൻ. സീ ഫുഡിൽ എന്താണ് ഉള്ളത്? അയഡിൻ ആണ്. വിച്ച് ഹാസ് ദ ഫങ്ഷനിങ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്സ്. ഓക്കെ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് അയഡിൻ ആവശ്യമാണ്. കടൽ വിഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അയഡിൻ ആണ്. ഓക്കെ, അടുത്ത എന്തോന്നാണ് ക്വസ്റ്റ്യൻ? What health issues will occur if we avoid eggs, milk and leafy vegetable? മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? Calcium helps in the formation of bones and teeth and also help in the clotting blood. So egg, milk and leafy greens which are rich calcium should be included in the diet. അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് രക്തം കട്ടപിടിക്കുന്നതിന് ആരാവശ്യമാണ്? കാൽസ്യം സഹായിക്കുന്നു. അതിനാൽ കാൽസ്യം അടങ്ങിയിരിക്കുന്ന മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ആ ടെസ്റ്റിലെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആണ് ഇത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെ പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് നോക്കി വെക്കുക. ഇതൊക്കെ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. വൈറ്റമിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. വൈറ്റമിൻ്റെ ആവശ്യം എന്തോന്നാണ്? വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ആർ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ എ സ്മാൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. വൈറ്റമിൻ്റെ ഉപയോഗം എന്തോന്നാണ്? ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ ആവശ്യമായ പോഷകഘടകങ്ങളാണ് വൈറ്റമിൻ എന്ന് പറയുന്നത്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പഠിക്കണം. പിന്നെ അടുത്ത് വരുന്നത് ഏതൊക്കെ വൈറ്റമിൻസ് ആണെന്നും അതിന്റെ പ്രാധാന്യം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ വൈറ്റമിൻസ് ആണെന്നും അതിന്റെ പ്രാധാന്യത്തെ, സിഗ്നിഫിക്കൻസിനെ കുറിച്ചും. വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ.
ഓക്കെ, അത് നോക്കണം. പിന്നെ എന്തോന്നാണ് വൈറ്റമിൻ ഡിയും ബി കോംപ്ലക്സും. വൈറ്റമിൻ ഡി എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? സൺലൈറ്റിൽ നിന്നാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത്. വൈറ്റമിൻ ഡി ഈസ് എസെൻഷ്യൽ ഫോർ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ഓഫ് അവർ ഇമ്മ്യൂണിറ്റി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡി പ്രധാനമായിട്ട് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നാണ്. ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോന്നാണ്? ഈസ് എസെൻഷ്യൽ ഫോർ സെല്ലുലാർ ഹെൽത്ത് ഫോർമേഷൻ, റെഡ് ബ്ലഡ് സെൽസ്, ഐസൈറ്റ്, ഫങ്ഷൻസ് ഓഫ് നെർവ് ആൻഡ് കാർഡിയാക് ഹെൽത്ത്. ഇത് പഠിക്കാനുള്ളതാണ്. കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്ക് ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൽ 2-3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇതും പഠിക്കാനുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത് വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നുള്ളതും അതിൽ ഏതൊക്കെ ഫുഡിലാണ് വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നതെന്നുള്ളതും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പഠിക്കണം. അടുത്ത എന്തോന്നാണ്? വൈറ്റമിൻസ് ബി ആൻഡ് സി ആർ വാട്ടർ സോല്യൂബിൾ, ADEK ആർ ഫാറ്റ് സോല്യൂബിൾ. അതൊന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ മിനറൽസിനെ കുറിച്ച് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വൈ ആർ അയൺ ടാബ്ലറ്റ്സ് ഗിവൺ ടു ചിൽഡ്രൻസ്? എന്തിനാണ് കുട്ടികൾക്ക് അയൺ ഗുളിക നൽകുന്നതിന്റെ? അതിന്റെ ആൻസർ ആണ് ഇത് അയൺ ഈസ് മിനറൽ. സച്ച് കൈൻഡ് ഓഫ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. അയൺ ഒരു ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, പിന്നെന്തോന്നാണ്? പ്രധാനപ്പെട്ട മിനറൽസ് ഏതൊക്കെയാണെന്ന്, അത് അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന്, എന്തൊക്കെ പ്രവർത്തനമാണ് അതുകൊണ്ട് നമുക്ക് നൽകുന്നത് എന്നുള്ളതും പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇതാ ഇവിടെ 3-4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതാ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. വിച്ച് മിനറൽ ഹെൽപ്സ് ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ? ഇതും പഠിക്കാനുള്ളത്. ഓക്കെ, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു അയൺ. ഹീമോഗ്ലോബിൻ ലഭിക്കാൻ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്നുള്ളത്. പിന്നെ മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.